ശശി തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസുകാർക്കിടയിൽ തമ്മിൽ തല്ല് രൂക്ഷമാക്കുകയാണ്. സർവവിജ്ഞാന കോശം എന്ന് വിളിച്ച ഒരാളെ തന്നെ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസുകാർ കൂട്ടം ചേർന്ന് ക്രൂശിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഹൈക്കമാൻഡ് കാര്യത്തിൽ ഇടപെടണമെന്നും ശശി തരൂരിനെ ചട്ടം പഠിപ്പിക്കണമെന്നും ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. കോൺഗ്രസുകാരനായാൽ സത്യം പറയാൻ പാടില്ല എന്ന് തരൂർ വെറുതെ പോലും ചിന്തിച്ചു കാണില്ല. പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ തരൂരിനെ ഒന്നുകൂടി കൂട്ടിലിട്ട് ചട്ടം പഠിപ്പിക്കാനുണ്ട് എന്ന പിടിവാശി തന്നെയാണ്. ഇതിനിടയിൽ തരൂരിന്റെ നല്ല വാക്കുകൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കാടം പോയിന്റ് റീച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നേടിയ വികസനത്തെ കുറിച്ച് ശശി തരൂർ നടത്തിയ വസ്തുതാപരമായ പ്രതികരണമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. നാടിന്റെ വികസനം വലിയ തോതിൽ ഉണ്ടായിരിക്കുന്നു എന്നത് രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം നേടിയ വികസനത്തെ കുറിച്ച് വസ്തുതാപരമായ പ്രതികരണമാണ് ഒരു ജനപ്രതിനിധിയിൽ നിന്നുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റാർട്ടപ്പുകളുടെ വികസനത്തെ കുറിച്ചാണ് അക്കമിട്ട് സൂചിപ്പിച്ചത്. നാടിന്റെ വികസനം ലോകത്തിനും രാജ്യത്തിനും മാതൃകയാണെന്ന് വസ്തുതകൾ ഉദ്ധരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധി വ്യക്തമാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെറുതെ പറയുകയല്ലാതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഹൈവേക്കായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ ജനങ്ങളാണ് വികസനത്തിന്റെ കരുത്തെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാർഷിക ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പ് മലയോര ഹൈവേ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ചിലർ പറയുന്നു കേരളം നിക്ഷേപ സൗഹൃദമല്ലെന്ന്. അതിന്റെ വികാരം എന്താണെന്ന് ചോദിച്ച മുഖ്യമന്ത്രി അംഗീകരിക്കാൻ കഴിയാത്തതിലേക്ക് നമ്മൾ വളർന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്നും ചോദിച്ചു. എന്തിന് കേരളത്തെ ഇകഴ്ത്തുന്ന നിലയിൽ സംസാരിക്കുന്നുവെന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് ചോദ്യമുയർത്തി. തരൂരിനെ പറ്റി കോൺഗ്രസുകാർക്കിടയിലും രണ്ടാമതൊരു അഭിപ്രായമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നവരാണ് തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസുകാർ. പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞത് LDFന്റെ വികസന പ്രവർത്തനങ്ങളുടെ ശരിയായ വശമാണ് എന്നത് കൊണ്ടുതന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത് തീരെ ദഹിക്കില്ല. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേലും സാരമില്ല, മറ്റൊരാൾ നല്ലത് പറഞ്ഞാൽ നല്ലത് ചെയ്താൽ അത് അംഗീകരിക്കരുത് എന്നത് തന്നെ. കാരണം കേരളം വികസിക്കുന്നതും കേരളത്തിലെ ജനങ്ങളുടെ മെച്ചപ്പെട്ട ജീവിത നിലവാരവുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. സ്വന്തം കീശ വീർപ്പിക്കലും അധികാര കസേരയുമാണ് എന്ന് കോൺഗ്രസ്. അപ്പോൾ പിന്നെ ഭരിക്കുന്നത് മഹാബലിയാണെങ്കിൽ വാമനനായി വന്നെങ്കിലും ചവിട്ടി താഴ്ത്തിയിട്ടു തന്നെ കാര്യം. ഇനിയിപ്പോ പിണറായിയുടെ കുറ്റങ്ങളൊന്നും പറയാനില്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാതിരിക്കുകയെങ്കിലും വേണ്ടേ എന്നായി കോൺഗ്രസുകാർക്ക് ചിന്ത. അതിനിടയിലുള്ള തരൂരിന്റെ പരാമർശം ഒരിക്കലും കോൺഗ്രസിന് ദഹിക്കാനിടയില്ല. ഇനിയിപ്പോൾ ദഹിച്ചില്ലേലും സാരമില്ല, കൂടെയുള്ളവർ പോലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നുള്ള ബോധമെങ്കിലും ഒരല്പം ഉണ്ടായാൽ നല്ലത്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കോൺഗ്രസിനുണ്ടായ എന്നേക്കുമായുള്ള അപ്രത്യക്ഷമാകലെങ്കിലും കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ അത് ഉപകരിക്കും. ഇങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതിരുന്നാൽ നന്ന് എന്ന്